നമസ്കാരം. ഒടുവിൽ ട്രംപ് ലോക സമാധാനത്തിന് മുകളിൽ കൊളുത്തിവിട്ട കാട്ടുതീ അണഞ്ഞിരിക്കുന്നു. നാറ്റോ അത് ഊതിക്കെടുത്തിയപ്പോൾ ട്രംപിന്റെ അഭിമാനം ക്ഷതമേറ്റോ എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി സ്വന്തം പരാജയം തുറന്നുകാട്ടിയിരിക്കുന്നു. ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്താനുള്ള അഹങ്കാരപരമായ മോഹത്തിന്റെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ പ്രത്യേക തീരുവകൾ ചുമത്തുമെന്ന ഭീഷണി മുഴക്കിയ ട്രംപ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയുമായി നടത്തിയ ചർച്ചകൾക്കു ശേഷം അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് ലോകം കണ്ട ഒരു തുറന്ന തോൽവിയാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള നീക്കത്തെ എതിർക്കുന്ന 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ പ്രത്യേക തീരുവ ചുമത്തുന്നതിൽ നിന്നും പിന്മാറിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മനംമാറ്റം. റുട്ടയുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ഗ്രീൻലാൻഡിനും ആർട്ടിക് മേഖലയ്ക്കുമായുള്ള കരാറിന്റെ രൂപരേഖ തയ്യാറാക്കിയെന്നും ട്രംപ് പിന്നീട് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, UK തുടങ്ങിയ 8 രാജ്യങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% ഇറക്കുമതി ചുങ്കമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാക്കുന്ന കരാറിൽ തീരുമാനമായില്ല എങ്കിൽ ജൂൺ 1 മുതൽ നികുതി 25% ഉയർത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഗ്രീൻലാൻഡ് യഥാർത്ഥത്തിൽ വടക്കേ അമേരിക്കയുടെ ഭാഗമാണെന്നും അതിനാൽ അത് അമേരിക്കൻ മണ്ണാണെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗ്രീൻലാൻഡ് വാങ്ങാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പിടിച്ചെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു. നിങ്ങൾക്കിത് സമ്മതിക്കാം, അങ്ങനെയെങ്കിൽ ഞങ്ങൾ അതിനെ അഭിനന്ദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാം, അത് ഞങ്ങൾ ഓർത്തുവെക്കും എന്നായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഡെൻമാർക്കിനും ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. യൂറോപ്പ് ശരിയായ ദിശയിലല്ല സഞ്ചരിക്കുന്നതെന്ന് ട്രംപ് പലപ്പോഴും തുറന്നടിച്ചു. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറിയെന്നും അത് നെഗറ്റീവായ മാറ്റമാണെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഗ്രീൻലാൻഡിനെ മനോഹരമായ ഒരു വലിയ ഐസ് കഷ്ണം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് തന്ത്രപ്രധാനമായ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകേണ്ടത് അനിവാര്യമാണ് എന്നും വാദിച്ചു. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ മറവിൽ അന്താരാഷ്ട്ര നിയമങ്ങളും സൗഹൃദ ബന്ധങ്ങളും തകർക്കാൻ ശ്രമിച്ച ട്രംപിന്റെ തന്ത്രങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഗ്രീൻലാൻഡ് പോലുള്ള ഒരു സ്വയംഭരണ പ്രദേശത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലായി കാണുന്ന ട്രംപിന്റെ മനോഭാവം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയാജ്ഞതയും സാമ്രാജ്യത്വ മനസ്സും വ്യക്തമാക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായ എതിർപ്പുയർത്തിയപ്പോൾ തീരുവ എന്ന സാമ്പത്തിക ആയുധം ഉപയോഗിച്ച് അവരെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ച ട്രംപ് നാറ്റോയുടെ ഏകോപനവും യൂറോപ്യൻ ഐക്യവും നേരിൽ കണ്ടപ്പോൾ പിൻവാങ്ങേണ്ടി വന്നു. ഇത് വെറും നയമാറ്റമല്ല, ഇതൊരു രാഷ്ട്രീയ പിന്മാറ്റമാണ്. ഒരു നേതാവിന്റെ വിശ്വാസ്യതയ്ക്ക് നേരെയുള്ള കനത്ത പ്രഹരമാണ്. ട്രംപിന്റെ ഭീഷണിയും സാമ്പത്തിക സമ്മർദ്ദവും ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കാമെന്ന ധാരണ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. നാറ്റോയെ പോലുള്ള സഖ്യങ്ങൾ വെറും അമേരിക്കൻ താൽപര്യങ്ങൾ നടപ്പാക്കാനുള്ള ഉപകരണങ്ങളല്ല എന്ന സത്യം ട്രംപ് വീണ്ടും പഠിക്കേണ്ടി വന്നു. മാർക്ക് റുട്ടയുമായുള്ള ചർച്ചകൾക്കു ശേഷം ട്രംപ് പിന്മാറിയത് യൂറോപ്പിന്റെ രാഷ്ട്രീയ പക്വതയ്ക്കും കൂട്ടായ ശക്തിക്കും ലഭിച്ച ഒരു നൈതിക വിജയമാണ്. അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ തന്നെ വിശ്വാസ്യതയെ തകർക്കുകയാണ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ കണ്ടതുപോലെ വലിയ വാക്കുകളും ശൂന്യമായ ഭീഷണികളും യാഥാർത്ഥ്യ രാഷ്ട്രീയത്തിന് മുന്നിൽ നിലനിൽക്കില്ല. ലോകം ഇനി ട്രംപിന്റെ ട്വിറ്റർ നയതന്ത്രത്തിനും ഏകപക്ഷീയ തീരുമാനങ്ങൾക്കും വഴങ്ങുന്ന കാലമല്ല. ഈ സംഭവത്തോടെ ട്രംപ് ഒരു ശക്തനായ നേതാവല്ല, മറിച്ച് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തളരുന്ന ഒരു രാഷ്ട്രീയ പരാജിതനാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. ഗ്രീൻലാൻഡ് വിഷയത്തിലെ ഈ പിന്മാറ്റം ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറ്റൊരു കറുത്ത അധ്യായമായി മാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അഹങ്കാരവും അവിവേകവും ചേർന്ന നയങ്ങൾ എവിടെ എത്തുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ സംഭവം ട്രംപിന്റെ സ്വയം പ്രഖ്യാപിത വിജയകഥകളുടെ പിന്നിലെ യാഥാർത്ഥ്യം തുറന്നുകാട്ടുന്ന ശക്തമായ മറ്റൊരു തെളിവാണ്.